ഹായ്, അവിയൽ പ്ലാനറ്റിലേക്ക് സ്വാഗതം. ഞാൻ വിപിൻ. പൊക്കട മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു പഴയ ഓർമ്മ കയറി വന്നിട്ട്. പണ്ട് കുട്ടിക്കാലത്ത് സ്കൂൾ വിട്ട് വന്നതിന് ശേഷം വൈകുന്നേരത്തെ കളിയൊക്കെ കഴിഞ്ഞ് പഠിക്കാനിരിക്കുന്ന സമയത്താണ് അച്ഛൻ ജോലി കഴിഞ്ഞ് വരാറുണ്ട്. നമ്മൾ വീടിൻ്റെ തൊട്ടടുത്തൊരു തോടുണ്ട്. ആ തോട്ടിൽ പോയി അച്ഛൻ കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഈർക്കൽ കൊണ്ട് ഞണ്ട് പിടിച്ചൊരു വരവുണ്ട്. ഞണ്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പിന്നെ അത് ചുട്ട് കഴിച്ചിട്ട് ബാക്കി എന്ത് പരിപാടിക്ക് ഞങ്ങൾ നിൽക്കാറുള്ളൂ. അപ്പം ഞണ്ട് എങ്ങനെ വെച്ചാലും അടിപൊളിയാണ്, പക്ഷെ കനലിൽ ചുട്ട് കഴിച്ചാണ്ടല്ലോ ടേസ്റ്റ് അസാധ്യമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഞണ്ട് വേട്ടയ്ക്ക് ഇറങ്ങുകയാണ്. അച്ഛൻ പിടിച്ച പോലെ ഈർക്കലി കൊണ്ടല്ല, കോഴി വേസ്റ്റ് ഉപയോഗിച്ച് നമ്മൾ ഞണ്ട് പിടിക്കാൻ പോകും. ഈർക്കലി കൊണ്ടുള്ള ഞണ്ട് പിടുത്തം നമ്മൾ എന്തായാലും വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇന്ന് കോഴി വേസ്റ്റ് കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഞണ്ട് വേട്ടയ്ക്ക് ഇറങ്ങുകയാണ്. അതിനു മുമ്പ് നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഞണ്ട് പിടിക്കാൻ കൂടുള്ളത് മാമൻ്റെ മോൻ കണ്ണനുമാണ്. കണ്ണനാണെങ്കിൽ ഞണ്ട് പിടുത്തത്തിൻ്റെ കാര്യത്തിൽ എക്സ്പേർട്ടാട്ടോ. നമ്മളപ്പോൾ ഞണ്ട് പിടിക്കാനുള്ള കെണി റെഡിയാക്കാണ്. ഉള്ളിച്ചാക്ക് കീറിയിട്ട് അതിലേ കോഴിക്കുടലിട്ടിട്ട് വെള്ളത്തിൽ ഇത് താന്ന് കിടക്കാൻ കണക്കാക്കിയിട്ടുള്ളൊരു കല്ല്, അതിപ്പോൾ ചെറുത് മതി, വലിയ കല്ലൊന്നും വേണ്ട, അതിട്ടിട്ട് നല്ല കയറോട് നന്നായിട്ട് കെട്ടുക. സംഗതി കഴിഞ്ഞു. മൂന്ന് ട്രാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളെന്തെങ്കിലും പ്ലാസ്റ്റിക് കവറൊക്കെ കൊണ്ടുവരാന്നുണ്ടെങ്കിൽ തന്നെ അതിവിടെ വലിച്ചെറിഞ്ഞ് പോകാനോ അല്ലെങ്കിൽ വെള്ളത്തിലൊന്നും എറിയാനൊന്നും ശ്രമിക്കരുത്. വേട്ട തുടങ്ങി നിമിഷങ്ങളിൽ തന്നെ ആദ്യത്തെ ഞണ്ടിനെ മാമൻ പൊക്കിതാ ബക്കറ്റിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഒരുത്തനെ കിട്ടിയ ആവേശത്തിലേ അവിടെ തന്നെ ഒന്നുകൂടി ഇട്ട് നോക്കി. ഇതാ വേറൊരുത്തനെയും കൂടി അവിടെ നിന്ന് അങ്ങോട്ട് പൊക്കിയെടുത്ത്. പൊക്കട ആ കാണിക്കേ കുറച്ചും കൂടി താഴത്തേക്ക് ഇട്ടു. അതെന്തോന്നോ കത്തിയുടെ ഇതൊക്കെ ഞാൻ നിനക്കിതൊക്കെ വിടണ്ട. അങ്ങനെ ഉണ്ടോ അപ്പോൾ ഇറങ്ങ. ആ എറിയണ്ട.
അമ്മു അപ്പുവോ എടാ 2 എണ്ണം അല്ല അത് കൊണ്ടുപോയി ഇതാ ഇവിടെ ബക്കറ്റ് ഇവിടെ അല്ല അതിന് പീസ് ഉണ്ടോടാ ഒരു പീസ് കൊണ്ട് പോയത് അതിന് വരില്ല ഏട്ടന് കിട്ടിയ അതാണ് അപ്പോൾ നമ്മൾ ഞണ്ടുവേട്ടെ തൽക്കാലം നിർത്തുകയാണ്. കാരണം വെളിച്ചം വാങ്ങി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഏകദേശം 1 മണിക്കൂറായി തുടങ്ങിയിട്ട് 1 മണിക്കൂർ കൊണ്ട് ഒരു 13 ഞണ്ടിന് ചെറുതും വലുതായിട്ടൊരു 13 ഞണ്ടിന് കിട്ടിയിട്ടുണ്ട്. 14 അപ്പോൾ ഇതുകൂടെ 14 ഞണ്ടായിട്ടുണ്ട്. നമ്മൾ കോഴിക്കോടിൽ വെച്ചിട്ട് ഇറങ്ങി താഴത്തേക്ക് വെള്ളത്തിലിടുന്ന സമയത്ത് അതിൻ്റെ സ്മെല്ലടിച്ചിട്ട് ആ ഞണ്ട് ഓടി വരുന്നതിനെ കാണാൻ ഭയങ്കര രസമാണ്. നമുക്ക് നേരിട്ട് കാണാം വന്ന് സാധനത്തിൽ കയറി പിടിക്കണത്. അപ്പോൾ ഞങ്ങൾ സാധാരണ ഉപയോഗിക്കുന്നത് ചാളത്തലയല്ല, മത്തീൻ്റെ തലയാണ് സാധാരണ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചാളത്തല വരുന്ന സമയത്ത് ഒട്ടും വൈകാതെ തന്നെ ഒരു ഹണ്ടിങ്ങിന് വീണ്ടും ഇറങ്ങുന്നുണ്ട്, ചാളത്തല കൊണ്ട് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇതാ ഇത്രയും ഞണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് കൊണ്ടുപോയിട്ട് ഇനി വറക്കണോ അതോ കറി വെക്കണോ എന്നുള്ള കാര്യം തീരുമാനിച്ചിട്ടില്ല. മിക്കവാറും റോസ്റ്റിംഗ് ആവും. കാരണം ഏട്ടൻ്റെ ഫേവറേറ്റ് ഈ സാധനമാണ്. പുള്ളിക്കാരൻ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അറിയില്ല. അപ്പോൾ നമുക്കിനി രസകരമായിട്ടുള്ള വീഡിയോകളായിട്ട് വളരെ വേഗം കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, ബൈ.